രാഷ്ട്രീയവും ജീവൻ നൽകുന്ന രാഷ്ട്രീയവും തമ്മിലുള്ള സംവാദങ്ങളാണ് കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര തന്നെ പറഞ്ഞാലും മനസ്സിലാവാത്ത, അതല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടാലും ശരി, അവരാഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവര് എന്താണോ ചിന്തിക്കുന്നത് അത് നടപ്പാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം. അതല്ലെങ്കിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവനെടുക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലല്ലോ, അല്ലെ? ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി ഒരാളെ കൊണ്ടുപോകുന്ന ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രായമായ ഒരു ഉമ്മയെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോയതിന്റെ പേരിൽ രാത്രിയിൽ വീട്ടിലേക്ക് കയറുകയും ബോംബെറിയുകയും വെട്ടിവീഴ്ത്തുകയും ചെയ്യുമ്പോൾ അത്തരം ആളുകളുടെ ഒരു മാനസിക വൈകല്യം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. പണ്ട് ടി.പി. ചന്ദ്രശേഖരനെ ഇതേപോലെ വെട്ടിവീഴ്ത്തിയപ്പോൾ 56, 58, 52. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനൊക്കെ നമ്മള് ഈ പോത്തിറച്ചി വാങ്ങിക്കാൻ പോകുമ്പോ ആ ഇറച്ചി മുട്ടിയിൽ വെച്ചിട്ട് അവരിങ്ങനെ വെട്ടുമ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരാറുള്ളത് ആ ടി.പി. ചന്ദ്രശേഖരന്റെ മുഖമാണ്. കാരണം ആ ഒരു ഫോട്ടോ എന്റെ വാട്സപ്പിൽ വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി. അദ്ദേഹത്തിന്റെ ചുണ്ടും മുഖവും കണ്ണും മൂക്കും ഒന്നും തിരിച്ചറിയുന്നില്ല. കാരണം ആ മുഖത്തൊക്കെ വെട്ടി 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 തലച്ചോറ് വരെ പുറത്തു വരുന്ന രീതിയിലേക്ക് ആ ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രമാത്രം മാരകമായിട്ട്, അതല്ലെങ്കിൽ ഒരു മാനസിക ഒരു വൈകല്യമുള്ള ആളുകളാണോ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ എന്നാ. അപ്പൊ അത്തരം ആളുകളും എന്നാൽ ജീവൻ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും തമ്മിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമാണ് നിങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വേദിയിലേക്ക് കയറി വന്നപ്പോൾ അഭിമാനം തോന്നി എന്നുള്ളത്. ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. ഞാൻ പണ്ടൊരു ലീഗുകാരനായിരുന്നു. അത് ഞാൻ എന്നും പറയാറുണ്ട്. എന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും ഞാൻ തുടങ്ങി വെച്ചത് അവിടെ നിന്നാണ്. ഞാൻ കണ്ടതും കേട്ടതും അതല്ലെങ്കിൽ അനുസരിച്ചും വന്നതൊക്കെ ആ പാണക്കാട്ട് തങ്കന്മാരുടെ ആ രീതിയും ആ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നീട് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് കയറി വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നും മാറി. മറ്റൊന്നിനും നേരം കിട്ടൂലല്ലോ. രാവിലെ എഴുന്നേറ്റാല് വീടിന്റെ മുന്നിൽ ഇങ്ങനെ 10, 20, 30 ആളുകൾ വരുമ്പോ അവരുടെ കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും തീർത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരവസരമായിരുന്നു ഈ മത്സരിക്കുക എന്നുള്ളത്. ഞാൻ ആ സമയത്തും അതിന്റെ അവസാന സമയത്തും ഞാൻ പറഞ്ഞത്, ആദ്യമൊക്കെ മത്സരിക്കാനില്ല എന്നുള്ള രീതി അന്ന് ഉറച്ചു നിൽക്കുകയായിരുന്നു. ഞാനില്ല, എനിക്കതിനോട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് ബന്ധപ്പെട്ട നേതാക്കന്മാരെ വിളിച്ചിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇനി എങ്ങനെയാണ് അവരോട് പറ്റില്ല എന്ന് പറയാ എന്നുള്ളത് കൊണ്ട് ഞാനത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് DCCയുടെ മുന്നിൽ ഒരു 5-6 ആളുകൾ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. പിന്നീട് ഫിറോസ് കുന്നംപറമ്പിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, ഞാനിതാ മാറിത്തരികയാണ് എന്നൊരു ലൈവ് ഇട്ടപ്പോൾ പിറ്റേന്ന് രാവിലെ വിളിച്ചു പറഞ്ഞ് ആ DCCന്റെ മുന്നിൽ മുദ്രാവാക്യം വിളിച്ച 6 എണ്ണം പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ല. അതും ഒരു കളിയായിരുന്നു. കാരണം എന്റെ ഓപ്പോസിറ്റ് നിന്ന ആളുണ്ടല്ലോ, ആളൊരു ചാണക്യനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഓരോ സന്ദർഭങ്ങളായിരുന്നു അതൊക്കെ. കാരണം ഈ ഇലക്ഷന്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കണ്ണൂരിൽ നിന്ന് എനിക്ക് വേണ്ടപ്പെട്ടൊരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ പണ്ട് കൊച്ചിയില് അമൃത ആശുപത്രിയിൽ ഒരു വർഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്ത് ചെയ്തൊരു വീഡിയോ അത് ഞാൻ ഷെയർ ചെയ്തു എന്നതിന്റെ പേരില് അതിൽ ബാലൻസ് പൈസ വന്നത് വീതിച്ചു കൊടുത്തൂടെ എന്നൊരു ഫോണിലൂടെ ചോദിച്ചു എന്നതിന്റെ പേരില് ഈ പറയുന്ന ഈ പോലീസുകാരുണ്ടല്ലോ, ഇവരുടെ പോലീസ് എന്നെയും കൂടി ചേർത്തി അതിൽ പ്രതിയാക്കി കേസെടുത്തപ്പോ അന്ന് ഈ വർഷ എന്ന് പറയുന്ന പെൺകുട്ടി പോലീസിനെ വിളിച്ച് പറഞ്ഞത്, ഫിറോസ് കുന്നംപറമ്പിൽ വന്നതുകൊണ്ട് മാത്രമാണ് എന്റെ അമ്മ രക്ഷപ്പെട്ടത്. അദ്ദേഹം ആ വീഡിയോ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫിറോസ് കുന്നംപറമ്പിലെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞത്, എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഫിറോസ്ക പറഞ്ഞത്, അത് ഷെയർ ചെയ്താൽ കൂടുതൽ പണം വരും, ബാലൻസ് വന്നാൽ മറ്റുള്ള രോഗികൾക്ക് കൊടുക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയർ ചെയ്തത്. അങ്ങനെയാണ് ഫണ്ട് വന്നത്. അങ്ങനെയാണ് എന്റെ അമ്മ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് എന്റെ അമ്മയെ രക്ഷപ്പെടുത്തിയ ഫിറോസ് കുന്നംപറമ്പിലെ കേസിൽ പ്രതിയാക്കാൻ പാടില്ല, അദ്ദേഹത്തെ ഞങ്ങൾ ഒഴിവാക്കണം. അതല്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കും, ഫിറോസിനെ ഒഴിവാക്കണം എന്ന് പറയുമെന്ന്
കേസെടുത്ത പോലീസുകാരനോട് വിളിച്ചു പറഞ്ഞപ്പോ പിന്നീട് ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാനോ കാര്യങ്ങളൊന്നും കണ്ടില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്റ്റേഷനിലേക്ക് വിളിക്കുക അങ്ങനെ ഒന്നും കണ്ടില്ല. പക്ഷേ ഈ ഇലക്ഷന്റെ സമയത്ത് ഈ പറയുന്ന KT ജലീലിന്റെ ആളുകളൊക്കെ ബന്ധപ്പെട്ട ആളുകൾ കണ്ണൂര് പോയിട്ട് ഇവരുടെ കയ്യും കാലൊക്കെ പിടിച്ചു. പക്ഷെ ഈ പെൺകുട്ടിയെ കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞത് ഒരു ദിവസത്തേക്കെങ്കിലും ഇവരെ ഒന്ന് ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് വിട്ടുതരുമോ, കാരണം ഫിറോസിനെതിരെ 1-2 വാക്ക് പറയിപ്പിച്ചാൽ അങ്ങനെയെങ്കിലും 2 വോട്ട് മറിയോ നോക്കാനാണ് എന്ന് പറയുന്ന അത്രയ്ക്കും തരംതാഴ്ന്ന ഒരു കളിക്ക് ഇറങ്ങി എന്നുള്ളതാണ്. ഞാൻ ആ മണ്ഡലത്തിൽ മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. 10 വർഷം MLA ആയ ഒരു വ്യക്തി, അതിനകത്ത് 5 വർഷം മന്ത്രിയായ ഒരാൾക്ക് തന്റെ മണ്ഡലത്തിലെ ഒരു ചെറിയ ഒരു പ്രശ്നം പോലും പരിഹരിക്കാൻ സാധിക്കാതെ തന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ജോലി കൊടുക്കാനും അതുപോലെ തന്നെ സ്വപ്നസുന്ദരിമാരുടെ കൂടെ അഴിഞ്ഞാടാനും സ്വർണം കടത്താനും ഒക്കെ നേരം കണ്ടെത്തിയപ്പോ ആ മണ്ഡലത്തിൽ വന്നിറങ്ങിയിട്ട് അവിടുത്തെ ജനങ്ങളോട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ ഒരു മനുഷ്യനെ മാനസികമായിട്ട് വ്യക്തിഹത്യ നടത്തിയിട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ. എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് തന്നെ പറയാൻ അറപ്പാകുന്ന രീതിയിലാണ് എന്നെക്കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് എന്റെ നാട്ടിലെ കുറെ CPM-ന്റെ ആളുകളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് പുറത്തുവിടുക. അതിനെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവർക്കെതിരെ കൃത്യമായിട്ട് ഞാൻ പരാതി കൊടുത്ത് കോടതിയിൽ കൊടുത്തിട്ട് അവരത് തെളിയിക്കട്ടെ ആ കാര്യങ്ങളൊക്കെ. ഒരു ഇലക്ഷൻ ആകുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഞാനൊക്കെ ഉദ്ദേശിച്ചത് ഇതൊക്കെ രാഷ്ട്രീയ ചർച്ചകളെ ഉണ്ടാവുള്ളൂ എന്നാ. UDF-ന്റെ കാര്യം പറയും, LDF-ന്റെ കാര്യം പറയും, അതങ്ങനെ പോവും എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷേ അവിടെ രാഷ്ട്രീയ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ചർച്ച മുഴുവൻ ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനാണ്, ഫിറോസ് കുന്നംപറമ്പിൽ കമ്മീഷന്റെ ആളാണ് എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുക. ഞാൻ ആലോചിക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ ആലോചിക്കുക, ഒരു മന്ത്രിയുടെ അവസ്ഥ ആലോചിക്കുകയാണ്. അപ്പൊ അത്രമാത്രം തരം താഴ്ന്ന ഒരു പ്രവർത്തനം നടത്തുന്ന ഒരാള്. അപ്പൊ ലീഗിൽ നിന്ന് അദ്ദേഹം പോയപ്പോ ഇനി വഴിക്ക് വരരുത് എന്ന് നിങ്ങളൊക്കെ പറയുമ്പോൾ ഞാനും പലപ്പോഴും ആലോചിക്കും, എന്താ അത് കയറി വന്നാൽ കയറ്റിയിരുത്തി കൂടെ പ്രശ്നം തീർന്നില്ലേ എന്നൊക്കെ ഞാൻ പലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെ ലീഗിന്റെ 7 അയലത്ത് അടുപ്പിക്കാൻ പറ്റാത്ത സാധനമായിരുന്നു സത്യം. ആ പരീക്ഷണങ്ങളൊക്കെ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ 2 ദിവസമായിട്ടുള്ള വാർത്ത എന്താ? ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതൊന്നും അനുഭവിക്കാതെ ഇവിടെ വിട്ട് പോവില്ല അല്ലേ? അപ്പൊ ആ രീതിക്കൊക്കെയാണ് കാര്യങ്ങൾ. എന്താണെങ്കിലും കൊറോണന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം ഏറെ വൈകിട്ടുണ്ട്. നിങ്ങൾ നൽകിയ ഈ ഒരു എന്താ പറയുക ഒരു സ്നേഹത്തിന് നന്ദി അറിയിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഷാക്കിർക്ക ശരിക്കും മണ്ഡലത്തിൽ ഓടി നടന്ന് പ്രസംഗിക്കുകയായിരുന്നു. ഇപ്പോഴും ഒപ്പിരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പുറത്തോടെയൊക്കെ. എന്റെ മണ്ഡലത്തിൽ ഞാൻ എത്തുന്നതിന് മുൻപ് ആ ഭാഗത്ത് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ വേദിയെ കയ്യിലെടുത്ത് തന്ന ഒരു വ്യക്തിയാണ് ഷാക്കിർക്ക. അതുപോലെ തന്നെ ലത്തീഫ് പടിക്കൽ എന്റെ പുറകെ ഇരിക്കുന്നുണ്ട്. പലപ്പോഴും എനിക്കെതിരെയുള്ള വീഡിയോ കാണുമ്പോൾ ഞാൻ മാനസികമായിട്ട് തകരും. ഞാൻ പറയുന്നത് എന്താണ് പടച്ചോനത്, ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ വരുന്നതെന്ന് പറയുമ്പോൾ ലത്തീഫ് എന്റെ അടുത്ത് പറയും 2 ദിവസമുള്ളൂ, നീ ഒന്ന് ക്ഷമിക്ക്. കാരണം ഞാനൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പ ലൈവിൽ വന്നിട്ട് കട്ടയ്ക്ക് മറുപടി കൊടുക്കുന്ന ആളാ. എനിക്കിങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിൽക്കൂല. ഞാൻ അപ്പ ലൈവിൽ വരും, എന്നിട്ട് അതിന് കൃത്യമായ മറുപടി അങ്ങോട്ട് കൊടുക്കണതാ. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ലത്തീഫ് പറഞ്ഞത് മറുപടി കൊടുക്കരുത്, കാരണം ഇത് ഇലക്ഷന്റെ സമയമാണ്. അവര് പറയുന്നതിന് നീ മറുപടി കൊടുക്കണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മറുപടി കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ വിധത്തിലും നമ്മളെ ഒന്ന് വലിച്ചിടാനുള്ള എല്ലാ പണിയും നോക്കി. ഞാൻ മിണ്ടി കൊടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ രീതിക്ക് പോയി നമ്മളിപ്പോ ഈ നിലയ്ക്ക് എത്തിയിട്ടുണ്ട്. വിജയസാധ്യത 100% ആ മണ്ഡലത്തിൽ വിജയസാധ്യതയുണ്ട്. ആ വിജയം ഒരുപക്ഷെ നമ്മളവിടെ കയറിയുന്ന വിജയമൊന്നുമല്ല, ആ മണ്ഡലത്തിലെ ജനങ്ങൾ അത്രമാത്രം വെറുത്തിരിക്കണോ സാധനങ്ങൾ എന്നുള്ള. അങ്ങോട്ട് കയറി ചെല്ലുമ്പോ കുടിവെള്ളം പോലും ഇല്ലാത്തൊരു നാട്. ഇവിടെയൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പൈപ്പുകളില്ല, കുടിവെള്ളം കിട്ടാത്ത ഒരു നിയോജക മണ്ഡലം കേരളത്തിൽ എവിടെ ഉണ്ടാവുക? ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയ ഒരു പ്രസംഗമായിട്ട് പറയുന്നതല്ല, അവിടുത്തെ അവസ്ഥകൾ പറയാ. കുടിവെള്ളം ഇല്ലാതെ ആ പഴയ വട്ടക്കിണറാണ് ഇപ്പോഴും ഉള്ളത്, അതിനകത്ത് വെള്ളമില്ല, പാറ മാത്രം അങ്ങനെ കാണാം. എന്നിട്ട് ഈ ആളുകളൊക്കെ ഏതെങ്കിലും കമ്പനികളിലോ ആരുടെയെങ്കിലും വീട്ടിൽ ബോർവെൽ ഉണ്ടെങ്കിൽ അവിടെ പോയി വെള്ളം പിടിച്ച് കുടിക്കാൻ വേണ്ടി കൊണ്ടുപോവാ. ചില ഗ്രാമങ്ങളിൽ പോകുമ്പോ ഇന്ന് വെള്ളം വന്നാൽ പിന്നെ വരുന്നത് 5-ാം വക്കാണ് വെള്ളം വരിക എന്ന് പറയുന്ന ഒരു സാഹചര്യം. പല വീടുകളും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്ന വീടുകൾ. നിങ്ങളൊക്കെ ഒന്ന് പോയി കാണണം അല്ലേ? ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു നിയോജക മണ്ഡലത്തിന്റെ അവസ്ഥ നിങ്ങൾ കാണണം. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് UDF ആരെ കൊടുക്കും എന്നാണ് അവർ ആലോചിച്ചിരുന്നത്. പക്ഷേ കൃത്യസമയത്ത് നമ്മളെപ്പോലെ ഒരാളെ കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷമായി എന്നുള്ളതാ. കാരണം ആ വോട്ട് പാഴാവോ എന്നുള്ളൊരു
ഇതായിരുന്നു അവർക്ക് ഉണ്ടായത്. അതിനി പാഴാവൂല, നമ്മൾ ആ മണ്ഡലം പിടിച്ചെടുക്കും. എന്താണെങ്കിലും ഈ മലപ്പുറം ജില്ലയിലെ മുഴുവൻ സീറ്റും തൂത്തുവാരി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളതിൽ യാതൊരുവിധ സംശയം വേണ്ട. ഇപ്രാവശ്യം പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് CPM എത്തിച്ചേരും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതിനൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെയൊക്കെ ആ രാത്രിയും പകലും ഇല്ലാതെ നിങ്ങളുടെ അധ്വാനമാണ് അതിൻ്റെയൊക്കെ ഒരു ഭാഗം. എല്ലാ ഭാഗത്തും അവിടത്തെയൊക്കെ ലീഗിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയൊക്കെ പ്രവർത്തകര് ഒരു എന്താ പറയുക, ഒരു പെരുന്നാൾ പോലെ, ഒരു ആഘോഷം പോലെയാണ്. ഞങ്ങളുടെയൊക്കെ സാധാരണ 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ ഇതാണെങ്കിൽ അവിടെ അങ്ങനെയല്ല. അവിടെ വേറൊരു രീതിക്കുള്ളൊരു ആഘോഷമാണ്. ഞങ്ങൾ ജയിച്ചു നിൽക്കുകയാണെന്നുള്ള രീതിയിലേക്ക് എല്ലാവരും അതിൻ്റെ ഒരു പ്രവർത്തനമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യം ആ മണ്ഡലം പിടിക്കും. അതോടുകൂടിയിട്ട് ആ അഹങ്കാരത്തിന് നമ്മളൊരു തടയിടും. എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.